പക്ഷെ വരുമായിരിക്കും. Tibinus bro, thank you for the subscription. Means a lot. Thank you so much, Tibin bro. Thanks a lot. Thank you so much. Let's fucking go, guys. Vada adiklanda. അവർ സൈഡിൽ നിന്നില്ല വരാൻ ചാൻസ് ഉണ്ട്. അതല്ല കൊച്ചാ അവര് ഫൈറ്റ് ചെയ്യാൻ വരുമെന്ന് തോന്നുന്നില്ല. കിട്ടിയ എടുത്തോണ്ട് പോകാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ഇത് അണ്ടി പൊത്തി പിടിച്ച് ഓടാന്ന് പറയുന്നത്. പിന്നെന്തിനാ ഇവര് അക്സെപ്റ്റ് ഇട്ടേ? ഇതെന്താടാ ഇത്? എന്താ ഇവര് വാർ അക്സെപ്റ്റ് ചെയ്ത് ഇത്ര സമയത്തിനുള്ള റോക്ക് ഷൂട്ടിൽ കയറണം എന്നൊക്കെ ഉണ്ട്. കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ വാർ അക്സെപ്റ്റ് ആക്കിയത് ഇതൊക്കെ എന്തിനാടാ ഇത്? അവരുടെ എൻട്രൻസ് നേരത്തെ എൻട്രൻസിന്റെ മാർക്ക് നോക്കിയോ? സമയം കാണില്ലേ, നേരത്തെ ഒരു ഇടിച്ചാലേ. അമ്മാര് ഇവിടെ എത്തിയിട്ട് പോലില്ലോടാ. അവിടെ അമ്മാര് എത്തിയിട്ട് പോലില്ല കേട്ടോ ഇവിടെ എൻട്രൻസിൽ. ഞാൻ പറഞ്ഞല്ലേ നീല ഇത് സ്ട്രാറ്റജി ഉറപ്പല്ലേ? ഞങ്ങളാ എൻട്രൻസ് വരെ പോയതാ. തിരിച്ചു വരാ തിരിച്ച് നമ്മുടെ എടാ ഒന്ന് ദൈവത്തിനെ വിളിക്കാം. എടാ നമുക്കൊന്ന് ആദ്യം ഞാൻ പറട്ടെ ഒന്ന് പെട്രോൾ പമ്പിന്റെ ശരി ഞാൻ പറഞ്ഞേക്ക്. ആദ്യം ഈ പെട്രോൾ പമ്പിൽ വന്നിട്ട് ഒന്ന് ദൈവത്തിനെ വിളി, എന്നിട്ട് പെട്രോൾ അടിയല്ലേ എന്നിട്ട് ചെയ്തു. പെട്ടെന്ന് അടിച്ചോ ആദ്യത്തെ ഒരുത്തൻ ദൈവത്തിനെ വിളി. ഇതെന്തിരപ്പി ഒന്നും പറയില്ല, അടുത്ത ഇത് കിട്ടും. എടാ ഓരോന്ന് പറഞ്ഞെടുക്കും. കേറി വണ്ടി കയറാ. വേറെ കിട്ടുമ്പോ എന്തെടുക്കോടാ? ഹലോ ഇതിപ്പോ ഇത് രണ്ടുപേരല്ലേ നമ്മള് നോക്കുന്നുണ്ട് നമ്മൾ അതിന്റേതായ ആക്ഷൻസ് ഇത് ചെയ്തോളാം. ചേച്ചി നമ്മൾ നോക്കുന്നുണ്ട്. അവരോട് ഇത്ര ടൈമിനുള്ളിൽ കയറണം എന്നുള്ള പറഞ്ഞു. ടൈമിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കണം. പോയി ആരാള ലീഡറോ കോ ലീഡർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കട്ടാനെ ഹലോ
ഒറ്റൊരു കേസുള്ളൂ, നിങ്ങൾ കയറിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിനെതിരെ ആക്ഷൻ വരും, മനസ്സിലായോ? ബാക്കിയുള്ള പ്ലേയേഴ്സ് നിങ്ങൾ മൂവിങ് ആയിരിക്കണം, മനസ്സിലായോ? നിങ്ങളുടെ പ്ലേയേഴ്സ് നിങ്ങൾ വാറ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൂവിങ് ആയിരിക്കണം, അവിടെ കയറിയിരിക്കണം, മനസ്സിലായോ? വാറ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൂവിങ് ആയിരിക്കണം, ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ഒരാൾ നിന്നോട്ടെ, മനസ്സിലായോ? ബാക്കിയുള്ളവർ കയറാൻ നോക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിനെതിരെ ആക്ഷൻ വരും. അതില് ഇന്റൻഷ്യലി ഡിലേയിങ് ആക്ഷൻ വരും, മനസ്സിലായോ? ഓക്കെ. എടാ ഇതിപ്പോ അമ്മരവിടെ ഓടി എത്താൻ അത്ര സമയം എടുക്കൂലടാ. ഇതിപ്പോ എത്തുമ്പോ മറ്റേ 2:20 10 മിനിറ്റ് വരാം. വരൂ 15 അവിടെ നിന്ന് കറങ്ങും. ഇല്ല ഒരു ലുക്കാണിത്. നല്ല സ്പീഡിൽ പോണല്ലേ വണ്ടി. എക്സ്പീരിയൻസ് ഓൾറെഡി ഉള്ളത് കറക്റ്റ് ആയിട്ട് പ്ലേയേഴ്സിന് കയറാൻ പറ്റാത്തോണ്ട് ഞാൻ ഇവിടെ വണ്ടിന്റെ സ്പീഡ് ഓക്കെ. ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറടാ. ഇങ്ങനെ കാണിക്കുമ്പോ എന്തിനെന്നറിയോ ചെയ്യണം, അങ്ങ് ടൈം അങ്ങ് എക്സ്റ്റെൻഡ് കൊടുക്കണം. ഒന്ന് അടിച്ചിട്ട് നീ പോന്ന് പറഞ്ഞു. അങ്ങ് ടൈം അങ്ങ് എക്സ്റ്റെൻഡ് കൊടുക്കണം. ഇന്ന് അടി ഇത് അഡ്മിൻ കൊടുക്കണം. ഇത് ഇങ്ങനത്തെ കഴപ്പളൊക്കെ കാണിക്കുമ്പോ ടൈം അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയണം. അങ്ങ് അടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. സാംജയ് താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രിപ്ഷൻ ബ്രോ. താങ്ക് യു സോ മച്ച് ബ്രദർ. കാണിക്കുന്നുണ്ടില്ല. താങ്ക് യു. ഇത് അവിടെ പോയിട്ട് പിറ്റിങ്. ഇനി നടക്കാൻ പോണ പിറ്റിങ്. ഇനി നടക്കാൻ പോണ ഒരു 10 മിനിറ്റ് കടാവാ. ഇനി 10 മിനിറ്റ് പിറ്റ് ചെയ്യുന്ന പിറ്റ് എത്ര ഇതെന്താ എന്താ ഇങ്ങനെ ചെയ്യാനുള്ള ഇന്റൻഷൻ എന്താന്ന് ഞാൻ ആലോചിക്കണേ. ഇവിടെ ക്യൂ നിൽക്കോ? എടാലോ കേക്കാവല്ലോ. നിങ്ങളോ? ഇല്ല ഇമാര് ചത്ത വണ്ടി ഇറത്തൂലല്ലോ അമ്മാര്. ഇവിടെ ഇട്ട് ഓട്ടിച്ച് കളയും.
ലൊക്കേഷൻ ഇടൂലല്ലോ ഞാൻ. ഇത് ലൊക്കേഷൻ റെസ്പോണ്ട് ഇല്ല, ഒന്നിനും റെസ്പോണ്ട് ഇല്ല അമ്മർക്ക്. കാണുന്നില്ല ഇതൊന്നും. കൊടുത്തു ഇപ്പൊ കൊടുത്തു. അതെ കറക്റ്റ് ലൊക്കേഷനാണ് അവിടെ നിന്ന്, പക്ഷെ മൂവ് ചെയ്തു കറക്റ്റ് ആ ഏരിയന്ന് പോയി. അടിക്കട്ടെ. അണ്ണാക്കില് കളിച്ചിട്ട് പോടാ മയിരെ, തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, കളിച്ചിട്ട് പോന്നി. ഇങ്ങനത്തെ ഊമ്പിയ പരിപാടി കാണിക്കില്ല. കളിച്ചിട്ടോ ശരി, നടക്കട്ടെ. അടിച്ച് കളി. നീയൊക്കെ എന്താണ് വയലേറ്റ് ചെയ്യണ? റൂൾസ് വയലേറ്റ് ചെയ്യണ, ലൂപ്പോൾ കണ്ടുപിടിക്കണ കളി. ബാക്കി പിന്നെ തോക്കണൊക്കെ ചെയ്യണ രണ്ടാമത്തെ കാര്യം. കളി നന്നോണം കളി. ഓക്കെ, ഇവിടെ കറന്റ് നോക്കുകയാണെങ്കിൽ MRZ ഇറങ്ങി അടിക്കുന്നുണ്ട്. MRZ ഭാഗത്തു നിന്നാണ് ഫയറിംഗ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ POV കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുന്നു ലൈവ്. ഓക്കെ, അപ്പോൾ അതിൽ കണ്ടിട്ടുള്ളതല്ലേ എന്താണ് ചെയ്തിട്ടുള്ള അവരുടെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളതല്ലേ. സോ ആ ഒരു ബേസിസിൽ തന്നെയാണ് മാനേജ് സൈഡ് ഡിസിഷൻ വന്നിട്ടുള്ളതാണ്. സോ എക്സ്റ്റൻഷൻ ടിൽ ദ സിറ്റുവേഷൻ എൻഡഡ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ലൂപ്പായിട്ട് അവർ കൊണ്ടുപോകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടെ. ഓക്കെ, ഓക്കെ. ഇപ്പോൾ കറന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ MRZ ഇറങ്ങി അടിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ചർച്ച ഏരിയയിലായിട്ട് MRZ നിന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് എവർ യു ഗൈസ് തിങ്സ് ഇറ്റ്സ് ഓക്കെ ബ്രോ. ഞാൻ ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ പോയിരുന്ന കാര്യങ്ങളും ഞാൻ കാണിച്ചിരുന്നത്. ഓക്കെ, മാനേജ് സൈഡ് ഡിസിഷൻ ആണോ എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ബ്രോ, ടിവിയുടെ സിറ്റുവേഷൻ എന്നല്ല ഈ ഒരു സിറ്റുവേഷൻ. ഇതിപ്പോൾ ഏത് ഗ്യാങ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കേണ്ടി വരും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ലൂപ്പാക്കിയിട്ട് പിന്നെ കൊണ്ടുവരും. ദാറ്റ്സ് ഇറ്റ് ബ്രോ, മനസ്സിലാക്കാം. ഒരു നോർമൽ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഇതാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് ലൂപ്പും പിടിച്ചിട്ട് ബാക്കിയുള്ള സിറ്റുവേഷനിൽ ഇതുപോലെ വരും. മനസ്സിലായോ? കോമൺ വണ്ടി എടുക്കാത്ത ഇപ്രാവശ്യം വെറുതെ ലൊക്കേഷൻ കൊടുത്തിട്ട് പോകുന്നേ. എന്താടാ ലൊക്കേഷൻ കൊടുക്കാത്ത പ്രതീക്ഷിക്കാതെ കിട്ടിയല്ലടാ രായ. കുറച്ച് പ്രിപ്പയർ ആയിട്ട് പിള്ളേര്. ഓക്കെ, അവർ 755 ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 755 ആണ് ഇപ്പോൾ കറന്റ് കൊടുത്തിട്ടുള്ള ലൊക്കേഷൻ. MRZ ഒരു വെഹിക്കിൾ നല്ല രീതിക്ക് ചാടി തെറിച്ച് പോകുന്നുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ
ഇതിൽ നമ്മൾ ഈ സിറ്റുവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് 2 സൈഡ് നോക്കണം. അതായത് ഇപ്പോൾ ഡൗൺ ആയ ടീമാണ് ഇങ്ങനെ ഡിലേ ആക്കി കയറാണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഡൗൺ ആയി നിൽക്കുന്ന ടീമാണെങ്കിൽ, കാരണം അവരുടെ ആവശ്യമാണ് ആ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. ഇതിലെന്ന് പറയുന്നത് ജയിച്ച് നിൽക്കുന്ന ടീമാണ് ഇങ്ങനെ കയറിപ്പോയിട്ടുള്ളത്, ഇപ്പോൾ ഇങ്ങനെ ഡിലേ ആയിട്ടുള്ളത്. സോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ പറ്റത്തുള്ളൂ. മനസ്സിലായോ? രണ്ട് സിനാരിയോ വരുന്നുണ്ട് ഇതിൽ. ഡൗൺ ആയ ടീമാണ് ഒരു പക്ഷേ ഇങ്ങനെ കയറാത്തത് എന്നുണ്ടെങ്കിൽ ഓൺ ദ ബേസിൽ നമുക്ക് ലോങ് ടൈം നോ സീ ക്വാളിറ്റി വിട്ടരാ ഫുൾ ക്വാളിറ്റി ഇല്ലടക്കാം. TJ ടാക്ടിക്സ് ആണല്ലോടാ. TJ ടാക്ടിക്സ് ആണോ ബ്രദർ? TJ ഇവരെവിടെയാണ് കളിക്കുന്നത്? ഇത് പിന്നെ ഡൗൺ ആയ ടീമിന്റെ ആവശ്യമാണ് സിറ്റി സെർവറിൽ അവരുടെ ആവശ്യമാണ് ബ്രോ. അതറിഞ്ഞൂടെ? ഡൗൺ ആയ ടീമിനാണ് ആവശ്യമാണ്. അവരാണ് ഈ ഡിലേ ആക്കുന്ന. അവര് കണ്ടിന്യൂ ചെയ്യുന്നില്ല, അവരടിച്ചില്ല, അവരുടെ ഇതല്ല, അവരല്ല ഡൗൺ അയക്കുന്നേ. അപ്പൊ അവിടെ സിറ്റുവേഷൻ എൻഡ് ആയി പോവും. ഒക്കെ കറണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ MRZ അടിക്കുന്നുണ്ട്. MRZ ഇവിടെ സെന്നസ് ഇറങ്ങി അടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ MRZന്റെ വെഹിക്കിൾസ് എല്ലാം ഈ മലയിൽ കളിക്കുന്നുണ്ട്. ഇവിടെ ടിവിയുടെ വെഹിക്കിൾസ് ടി വി ഇപ്പുറത്തെ സൈഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കാം, ഇവിടെ ആരടിക്കും നമുക്ക് നോക്കാം. പോളിടണം. ഓക്കെ എല്ലാ വാറിലും കാണുന്നില്ലല്ലോ ബ്രോ. ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ട് വരുന്ന ബ്രോ, മനസ്സിലാക്കിയാൽ മതി അത്. ഇങ്ങനെ ഉത്തരം പറയാൻ ഓഡിയൻസ് കുറെ ഉത്തരം കിട്ടില്ലെങ്കിൽ സമാനം വരത്തില്ല. അവൻ എത്ര നേരിട്ടിരുന്ന് പറയുക ആ പോയിന്റ് ഓഫ് വ്യൂ. പർപ്പസ്ഫുള്ളി ലാഗ് ആക്കുക. ജയിച്ച ടീമാ അത്. കണ്ടോണ്ടിരിക്കണമാര് വിഴുങ്ങുന്നത് എന്താ? മറ്റേ ചോറ് തന്നെയാണോ തിന്നുന്നേ? അതെ, ഞാൻ വാർ അക്സെപ്റ്റ് ചെയ്തവരെ മണ്ടത്തരം. വാർ അക്സെപ്റ്റ് ചെയ്തത് അവരെ മണ്ടത്തരം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയ കാര്യം ആണോ അല്ലയോ? നിങ്ങൾ തന്നെ പറ. വാർ അക്സെപ്റ്റ് അവർ ചിലപ്പോൾ അവരിങ്ങനെ ചെയ്യാറുണ്ട്. വാർ അക്സെപ്റ്റ് നോക്കിയിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ കുറച്ചുകൂടി ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് വർക്കാവുമായിരുന്നത്. ശ്രദ്ധിക്കണേ. ആരാ ചെയ്തേ? ഓ ബ്രോ, ഓക്കെ. അഭിലാഷ് ബ്രോ, താങ്ക് യു ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട് ബ്രദർ. താങ്ക് യു സോ മച്ച്. ഇതേ സിനാരിയോയിൽ വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വിടും ബ്രോ. അസ്രൈ ടോം, താങ്ക് യു സോ മച്ച് ഫോർ 150 റുപ്പീസ് ജിപേ. താങ്ക് യു സോ മച്ച്. ഇവിടെ കറണ്ട് നോക്കുകയാണെങ്കിൽ MRZന്റെ ഭാഗത്തുനിന്ന് ഫാൽക്കൺ, അതുപോലെ തന്നെ ജിൻതക്കായി, പിന്നെ പ്രണവ് സേട്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കിഡു W, പിന്നെ ചരൺ ഡിയോസ്, റഷ്യൻ അറിയിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ടിവിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ TVMS ബോയ് കോക്കു, പിന്നെ വദാറ, ജൂഡ്, കിലുവ, ഡെസ്ട്രോ, അടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ ആരടിക്കും. ഓൺലി സൂപ്പർ ചാറ്റ് ശ്രദ്ധിക്കണം. ഞാൻ വായിച്ചു. അഭിലാഷ് ബ്രോന്റെ വായിച്ചു. താങ്ക് യു സോ മച്ച് അഭിലാഷ് ബ്രോ. നീലന്റെ പി വന്നിട്ട് വരാ. ജസ്റ്റ് നോക്കി ഇവരുടെ വെഹിക്കിൾ പൊട്ടി. ഇവിടെ പെട്രോൾ ലീക്കേജ് ആയിട്ടുണ്ട് വെഹിക്കിളിന്. റിവേഴ്സ്. അത്ര തിരിച്ചോ. ഡോട്ട് തിരിച്ചോ. എടാ ഇവിടെ നിൽക്കി. ഇനി ഇങ്ങോട്ട് ഈ റിഡ്ജ് കുത്തിക്കോ. ഈ റിഡ്ജ് കുത്തി അടിച്ചോ.
ആ റിഡ്ജ് എടുത്ത് അടിച്ചോ ഒരാളാടാ അവിടെ ഓടാ. ആ അത്രേ ഉള്ളൂ ആ റിഡ്ജ് എടുത്ത് അടിച്ചോ കേറി പോലെ ഇപ്പോൾ നല്ല രീതിക്ക് ഒരു കവർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ടി വി കയറി കളിക്കുന്നത് ജൂയി ഗോക്കുവിന് നല്ല രീതിക്ക് ടാഗ് കിട്ടിയിട്ടുണ്ട്. മെസ്ബോയ് ഗോക്ക് ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ്. ഞാൻ ഡൗൺ മെസ്ബോയ് ഗോക്ക് ഡൗൺ. ചരൺ ഡിയോസ് ആണ് മെസ്ബോയ് ഗോക്ക്. ജിആർ മേടിച്ചറ ചരൺ ഡിയോസ് അവിടെ മെസ്ബോയ് ഗോക്കുവിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ജുഗുറു മദാര കിണ്ടി പിന്നെ കിലുവ എല്ലാവരും ഈ ഏരിയയിലുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആംഗിള് എടാ അവനെ ഒന്ന് വലിച്ചിട്ടടാ അവനെ. ചരൺ ഡിയോസ് ഡൗൺ. ഡെസ്ട്രോ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ ഡെസ്ട്രോയ്ക്ക് നല്ല ഫയറിംഗ് വരുന്നുണ്ട്. ഈസി നൈസ്. ഇല്ല പോട്ടെ ബാക്ക് കവർ അടിയ ചന്നം പിന്നോടിയാ നല്ല ഇവിടെ വിട്ട് അവിടെ പോയട്ടാ. നീല കവർ ഫാൾക്കണും പിന്നെ രണ്ടുപേരെടുത്ത് രണ്ട് പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട്. എം ആർ സെഡിന്റെ ഭാഗത്തുനിന്ന് രണ്ട് പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പൊ ഡെസ്ട്രോ 2 പിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ചരൺ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ചരൺ ബുള്ള് ഡെസ്ട്രോന് റഷ്യൻ ടീനിൽ കയറി വരുന്നുണ്ട്. റഷ്യൻ ടീനിൽ കൊല്ലടാ അത്ര പിക്ക് ഡെസ്ട്രോ മതി ഡെസ്ട്രോ മതി മതിയടാ നീ ഇന്ന് കവർ ഫയർ വരുന്നുണ്ടോ? അടിക്കാൻ കയറും ആ സമയത്ത് മൂന്ന് പിക്കിന്റെ ഫോമിൽ നിൽക്കണം. അടിച്ചോണ്ടിരിക്കത്തുള്ളൂ എന്തായാലും. നൈസ് ബ്രദർ കളിച്ചോണ്ടിരിക്കുന്ന അവിടെ ടിവി മൊത്തം കിട കയറി ഭാഗത്തുനിന്ന് ഇറങ്ങുന്നുണ്ട്. ഇല്ല തിരിച്ച് എംആർസെഡ് വീണ്ടും മലയിലേക്ക് ടി വി നല്ല രീതിക്ക് അത് പണി കിട്ടാൻ വണ്ടി എടുത്ത് കറങ്ങി അടിച്ചാളിയാ. വണ്ടി ബാക്ക് ഇറങ്ങി കളിയാ. വണ്ടി എടുത്ത് കറങ്ങി അടിച്ചാൽ മതി. ഒരു സീനും ഇല്ല. എംആർസെഡിന് ലൊക്കേഷൻ അറിയത്തില്ല. മോബി നല്ല എടാ മോബി ഒറ്റയ്ക്ക് ഡെസ്ട്രോ കവർ കൊടുത്തില്ല. കിലുവ അവിടെ കട്ടാനെ ഡൗൺ ആക്കി. സെഡ്നസ് ഡൗൺ. കിണ്ടി അവിടെ ഒരു പിക്ക് എടുത്തു. ഇവിടെ മോബി ഒറ്റയ്ക്ക്. മോബിയുടെ ഇവിടേക്ക് വന്നൊക്കെ അലക്സ് ഡൂറും പിന്നെ അതുപോലെ കിഡും വന്നിട്ടുണ്ട്. പക്ഷെ കിഡു തിരിച്ചു കയറി. അലക്സ് ഡൂറിന് നല്ല രീതിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അലക്സ് ഡൂർ ഒറ്റയ്ക്ക് പെട്ടുപോയിട്ടുണ്ട്. അലക്സ് ഡൂർ മോബിനെ ഡൗൺ ആക്കി. അലക്സിനെ കാണാൻ പറ്റില്ല നമ്മുടെ പിള്ളേർക്ക്. മോളി നോക്കിയാ കണ്ടിട്ടുണ്ട്. വില്ലു ഡൗൺ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ല ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. 2 ഹെഡ് കിട്ടിയിട്ടുണ്ട്. റിഫ്രഷ് അടിച്ചു. ഇറ്റാച്ചി അവിടെ ബുള്ളിനെ എടുത്തു. ബുള്ളിനെ എടുത്തു. അവര് വണ്ടി എടുത്തു പോയി. ഇറ്റാച്ചി ബുള്ളിനെ എടുത്തു.
Let's go, let's go, let's fucking go. The ജുഗ്രു പറ്റോൻ അടിച്ചേട്ടാ അലക്സിനെ. ബാക്കിൽ ഇവിടെ ഓടറാ. ഗ്യാപ്പിൽ വന്നിട്ട് ഒരാൾ എടുത്തിട്ട് പോയി. കോട്ടെ ടി വി ഡോർക്ക് ഇവിടെ ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ, ഡോർക്ക് ഇവിടെ ഡൗൺ ആയിട്ടുണ്ട്. ചേച്ചി ഇവിടെ വന്ന് അടിച്ചിട്ട് പോയടാ ഫ്ലാഗ് എടുത്ത് അടിച്ചിട്ട് കേട്ടാ നൈസായിട്ട്. കളി Flag or let's go, let's fucking go. നല്ല രീതിക്ക് ചേട്ടാ സത്യം പറയല്ലേ കളി 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 ഇനി വണ്ടി എടുത്ത് കുത്തു നമ്മളെ പിള്ളേര് പക്ഷേ കളി 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 കളിച്ചിട്ട് പോയാ. ഇനിയാണ് കളി കളിച്ചുള്ള ഇത് വെച്ചിട്ട് ഇനിയാണ് കളി. ജസ്റ്റ് സ്റ്റിൽ ഹോൾഡിംഗ് ദി ഏരിയ. ഇനി കളി മാൻ. മറ്റേ അനൗൺസ്മെന്റ് ആണ്, അനൗൺസ്മെന്റ് ഹോൾഡിങ്ങിന്റെ. ആർമർ ഇല്ലേ? എന്താ എടുക്കാത്ത നീ ആർമർ? നീ എന്താ ആർമർ എടുക്കാത്ത നീ? നീ എന്താ വാറാവൂലെന്ന് വിചാരിച്ചാ? നീ വാറാവൂലെന്ന് വിചാരിച്ചാ? തീർത്ത് നീ ആർമർ കണക്ക് നീ ആവശ്യത്തിന് ആർമർ ഇട്. ഇല്ല 7 പേര് ബാലൻസ് ഉള്ളൂ, 7 പേര് ബാലൻസ് ഉള്ളൂ. ടി വി നോക്കുകയാണെങ്കിൽ ടി വി 12 പേര് ബാലൻസ് ഉണ്ട്. 7 versus 2. കൗണ്ടൊക്കെ ഉണ്ട് അടിക്കാനുള്ള എന്തൊക്കെ അടിക്കും, അത് വേറെ കാര്യം, അത് പോട്ടെ. പക്ഷെ 7 അല്ലല്ലോ 9 എന്തുണ്ടല്ലോ ഒരു 9 versus ഇവര് നമ്മളെ നമ്മള് കൊറേ എടുത്തു. ആദ്യം 3 എടുത്തു, 3 ബിക്ക്, 8 versus 12. പിന്നെ 2 ബിക്ക് അല്ലാണ്ട് എടുത്തു, 8 versus 12. ഇറ്റാച്ചി ഒരു ബിക്ക് എടുത്ത്, 8 versus 12. ഡെസ്ട്രോ ബാക്കിക്ക് ഇറങ്ങിയിട്ട് 7 ബിക്ക് എടുത്തിട്ടുണ്ട്. റിപ്പയർ ഒക്കെ ചെയ്ത് വാ സെറ്റ് ആവും, റീസെറ്റ് ആവും. അവര് വണ്ടി അവര് പെട്ടേട്ടോ, അവന്മാര് അവിടെ നിക്കുവാണ്. കളി കളി ഹോൾഡിങ്ങിന് അനൗൺസ്മെന്റ് ഇട്ടായിരുന്നോ? ഓക്കെ, തിരിച്ച് ഇവര് മറ്റേ ഈ മലയുടെ ഏരിയയിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഒരു ഡെസ്ട്രോ നിന്നിരുന്ന ലൊക്കേഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. MR സെറ്റ് അവിടെ ആ ഒരു പ്ലെയർ ഉണ്ടോ എന്ന് നോക്കാൻ തന്നെയാണ് ഐ തിങ്ക് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്ലെയർ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ തന്നെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. കറന്റ് ഒക്കെ ഒരു വെഹിക്കിൾസിലേക്ക് തിരിച്ച് കയറുന്നുണ്ട്. 2 ഗാങ്സും വെഹിക്കിൾസിലേക്ക് തിരിച്ച് കയറുന്നുണ്ട്. ഇപ്പൊ ഇവിടെ MR സെറ്റിൽ നോക്കുകയാണെങ്കിൽ 5, 6, 7 പേരോളം ആണ്. വണ്ടി എടുത്തല്ലോ പണ്ണപ്പടം കൊണ്ടുവരായ വണ്ടി എടുത്ത ചത്ത് എടാ, ഫുൾ ഡിസ്ട്രോയ്, ഫുള്ളി നാശമായ വണ്ടികള്. ഇതെടുത്തോണ്ടിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേര് പിറ്റ് ചെയ്ത് എവിടെയും കൊണ്ടടിക്കും. പിന്നെ കിണ്ടി അല്ലേ അത്രേ ഉള്ളു. 3 പേരുണ്ടോ? ഓക്കെ, ഇത് നല്ല രീതിക്ക് ഫയറിംഗ്. MR സെറ്റിന്റെ ഭാഗത്ത് MR TV ഇവിടെ കുത്തി, ജുഗ്രു ഇവിടെ കുത്തിയിട്ടുണ്ട്, കുറുപ്പിടാനി ഇവിടെ കയറി അടിക്കുന്നുണ്ട്. ഇവര് ഇവിടുന്ന് റൈറ്റിൽ നിന്ന് കയറുന്നു. ആ സമയം കൊണ്ട് ഇവരും റൈറ്റിൽ നിന്ന് കയറി അടിക്കുന്നുണ്ട്. കിഡു ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ജുഗ്രുവിനെ ഡൗൺ. ഓക്കെ, TV വില്ല് അവിടെ പിന്നെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഡെസ്ട്രോ അടുത്തൊരു പിക്ക്, ഡെസ്ട്രോന്റെ 4ാമത്തെ പിക്ക്, റഷ്യൻ സ്പീഡ് നീലകണ്ഠന്റെ ഒരു പിക്ക്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള എല്ലാവരും ഡൗൺ ആയിട്ടുണ്ട്. ഇനി ആകെ അവശേഷിക്കുന്ന 2 പേരാണെന്ന് തോന്നുന്നു. ഇറ്റാച്ചി അവിടെ ജിൻതക്കായിന് എടുത്തു കേട്ടോ. ജിയർ പിടിക്ക് 2 പേര്. റഷ്യൻ സ്പീഡ് ഡെസ്ട്രോനെ കവറായിട്ട് നല്ല രീതിക്ക് ഡെസ്ട്രോനെ കവർ ചെയ്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫയർ. 5ാമത്തെ കളിച്ചിട്ട് പോയാ മതി. ആരെ പുണ്ടച്ചി മോനെന്ന് വിളിച്ചിട്ടോ? അതാരാന്ന് എനിക്ക് പിടിയില്ല. ഒന്നും നോക്കി കളിച്ചിട്ട് പോയാ നീയൊക്കെ കളിച്ചിട്ട് പോയാ കൺഫേം അളിയാ, അത്രേ ഉള്ളു അളിയാ വിഷയം.
ആരോ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അണ്ണാ അവന്മാര് അഭിനയം കാണാറുണ്ട്. വണ്ടി കൊണ്ട് പെട്ടി എടുത്ത് ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഗ്യാങ് ഹൗസിനകത്ത് ഇരിക്കുന്നു. എഴഞ്ഞ് വരണു ഈ കൊലയാളികള്. റേഡിയോയിലാ ബ്രോ ഇത്രേ ഉള്ളൂ ബ്രോ ഇത്രേ ഉള്ളൂ നീയൊക്കെ ഇത്രേ ഉള്ളൂ മനസ്സിലായില്ലേ അണ്ണാ വലിയ നൈസർ അപ്പൊ ചിലതൊക്കെ നിങ്ങൾ എന്ത് കാണിക്കുന്നത് ചിലവര് നമ്മള് ഞാനും കിണ്ടിയൊക്കെ തിരിച്ച് രണ്ടാമത് വന്നു അപ്പാപ്പാ സെറ്റ് സെറ്റ് ഇത്രേ ഉള്ളൂ നീയൊക്കെ ഇത്രേ ഉള്ളൂ മനസ്സിലായ ബാൻ ചെയ്തു അങ്ങനെ ബാൻ കിട്ടുന്നേ അല്ല ഈകളെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നേ അവന്മാരെ ഭയങ്കര മാന്യായിട്ട് നമ്മളെ വന്ന് വാർച്ചാറ്റ് ഈസിന്നിട്ട് അതല്ല നിന്നെ വൾഗർ നീ ഒറ്റയ്ക്കല്ലേ പറഞ്ഞ അവന്മാരെടുത്തല്ലോ ശ്രദ്ധിച്ചില്ല അതാണ് അത് വിട് സംസാരിക്കാം ഈകളെ സംഭവം അതല്ലേ യവന്മാര് നമ്മളെ കത്തിച്ചില്ലേ അന്നേരം യവന്മാര് ഭയങ്കരമായിട്ട് അങ്ങ് മാന്യായിട്ട് ചെയ്തേ അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു